കേരള സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ എത്രമാത്രം അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്നോ അതുപോലെ അഹങ്കാരത്തിൻ്റെ ഭാവമായിരുന്നു ഈ സ്റ്റാലിൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ. ഇത്രത്തോളം വലിയൊരു മുന്നേറ്റത്തിലേക്ക് വിജയ് തമിഴ്നാട്ടിൽ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. വാഴ്ത്തയവനെ വലിച്ചിട്ട് താഴെയിട്ട് ചവിട്ടാനും വീഴ്ത്താനും ഒക്കെ ഈ മഷിക്ക് പറ്റും. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി. സനാതനധർമ്മം കോളറ പോലെ ആണെന്നും അതിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണമെന്നുമാണ് അയാൾ പറഞ്ഞത്. അപ്പൊ അവരെ ഉന്മൂലനം ചെയ്ത അവസ്ഥയാണ്. അതെ, ഇപ്പൊ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. രഞ്ജിത്തേട്ട, തമിഴ്നാട്ടിൽ വിജയ് അഴകിയ തമിഴ് മകനായി മാറുന്ന കാഴ്ച ഒപ്പം തന്നെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒന്നും എവിടെയും കാണാനില്ല. ഒപ്പം തന്നെ നമുക്കറിയാം സനാതന ധർമ്മത്തെ കോളറ എന്ന് വിളിച്ച് കളിയാക്കിയവരാണ്. ഇപ്പോൾ അവരൊക്കെ എവിടെ പോയി? അതിനുള്ള ഒരു തിരിച്ചടിയാണോ ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ ഈ വിജയിയുടെ മുന്നേറ്റത്തിനെക്കാട്ടിൽ ഉപരിയായിട്ട് അതൊരു DMK വിരുദ്ധ തരംഗമാണ്. കേരളത്തിലെ LDF വിരുദ്ധ തരംഗം. കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയൻ വിരുദ്ധ തരംഗമാണ്, LDF വിരുദ്ധ തരംഗമാണ്. അവിടെ ഉണ്ടായിരിക്കുന്നത് സ്റ്റാലിൻ വിരുദ്ധ തരംഗമാണ്, DMK വിരുദ്ധ. പറയുമ്പോൾ ഈ പിണറായി വിജയനും സ്റ്റാലിനും കൂട്ടുകാരാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പിണറായി വിജയനും സ്റ്റാലിനും വളരെ അടുത്ത കൂട്ടുകാരാണ്. അപ്പോൾ ഈ തരംഗം വിജയുടെ പുതിയ പാർട്ടി തമിഴക വെട്രിക്കഴകം അഥവാ TVK അതിനെ ക്യാപിറ്റലൈസ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിജയ് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ പ്രചരണ ജാഥകളിൽ പതിനായിരങ്ങളായിരുന്നു, ലക്ഷങ്ങളായിരുന്നു തടിച്ചുകൂടി. പക്ഷെ അതൊക്കെ ഫാൻസ് ആയിരുന്നു എന്നാണ് പലരും വിചാരിച്ചിരുന്നത്. പക്ഷേ അത് അണികളായി മാറി എന്നുള്ളതാണ്. ഈ വന്ന ആളുകളുടെ കൂട്ടത്തിൽ, ഈ ഫാൻസിൻ്റെ കൂട്ടത്തിൽ യുവാക്കളുടെ ജെൻസി ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അവരൊരു ഡിസിസീവ് ഫാക്ടറാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ സംസ്ഥാനത്തും ഈ ജെൻസെഡ് എന്ന് പറയുന്ന ആ വിഭാഗം ആളുകൾ, ആ വോട്ടർമാർ കീ വോട്ടർമാരായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ സ്വാധീനിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. കാരണം ജെൻസിയുടെ മനസ്സ് പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമുക്കറിയാം എല്ലാ പാർട്ടികളും വലിയ രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വിജയ് ഈസി ആയിട്ട് നേടിയെടുത്തത് എന്നുള്ളത് കൂടിയാണ്. വിജയ് റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ തന്നെ പതിനായിരങ്ങൾ കൂടുന്ന സാഹചര്യമുണ്ട്. മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനുണ്ട് ആ ഒരു സാഹചര്യം. തമിഴ്നാട്ടിൽ സിനിമാ താരങ്ങളെ തമിഴ്നാട്ടുകാർക്ക് വലിയ ഇഷ്ടമാണ് എന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കണം. MGR, ജയലളിത, ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള സിനിമാ താരങ്ങൾ ഒന്നും തന്നെ പരാജയപ്പെട്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, അത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പക്ഷേ സിനിമാ താരങ്ങളോട് വെള്ളിത്തിരയുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ സിനിമാ താരങ്ങളോട് തമിഴ് മക്കൾക്ക് മനസ്സ് തുറന്ന ഹൃദയം കൊണ്ടുള്ള ഒരു സ്നേഹമാണ്. അതുകൊണ്ടാണ് മലയാളിയായ MG രാമചന്ദ്രൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവുകയും ഇന്നും തമിഴ് ജനതയുടെ ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കുകയും ചെയ്യുന്നത്. അത് ആ മനുഷ്യരുടെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അതേ നിഷ്കളങ്കമായ സ്നേഹം ഈ അയൽവീട്ടിലെ പയ്യൻ എന്നുള്ള റോളിലാണ് ഈ വിജയ് രംഗത്ത് വരുന്നത്. വിജയ് സിനിമകളിലൂടെ മുന്നോട്ട് വെച്ചതും അത് തന്നെയാണ്. അതെ, തൊട്ട് അയൽവീട്ടിലെ പയ്യൻ, നമ്മുടെ വീടിൻ്റെ അയൽപക്കത്തുള്ള മലയാളിക്കും അങ്ങനെ തന്നെയാണ്. അയൽപക്കത്തുള്ള ഒരു പയ്യൻ്റെ ഇമേജാണ് വിജയ്ക്ക് ഉണ്ടായിരുന്നത്. അതിലുപരിയായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേരള സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ എത്രമാത്രം അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്നോ അതുപോലെ അഹങ്കാരത്തിൻ്റെ ഭാവമായിരുന്നു ഈ സ്റ്റാലിൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ. ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്കറിയാം. അതായത് സനാതനധർമ്മത്തിനെതിരായിട്ട് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പ്രസ്താവന സനാതനധർമ്മം കോളറ പോലെ ആണെന്നും അതിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണമെന്നുമാണ് അയാൾ പറഞ്ഞത്. അപ്പൊ അവരെ ഉന്മൂലനം ചെയ്ത അവസ്ഥയാണ്. അതെ, ഇപ്പൊ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അതുകൂടാതെ ഈ സ്റ്റാലിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന 2 മന്ത്രിമാർ സനാതനധർമ്മത്തിനെതിരായിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങളൊക്കെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുള്ളതാണ്. തിരുപ്പറക്കുണ്ട്രം വിഷയം, ഈ തിരുപ്പറക്കുണ്ട്രം എന്ന് പറയുന്നത് ശ്രീമുരുകൻ്റെ 6 പടയ വീടുകളിൽ ഒന്നാണ്. അവിടെ ആരാധന നടത്താൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് ഒരു ഉത്തരവിന് പിന്നാലെ പല ഉത്തരവുകൾ വന്നിട്ട് അതിനെ എങ്ങനെ അസ്ഥിരപ്പെടുത്താം എന്നുള്ളതിൽ ഗവേഷണം നടത്തി അതിൻ്റെ പിന്നാലെ പോയ ആളാണ് സ്റ്റാലിൻ. തീർച്ചയായിട്ടും സ്റ്റാലിന് ഇത് തമിഴരുടെ ജീവൻ്റെ ഭാഗമാണ് മുരുകൻ. ആ മുരുക ഭഗവാന്റെ ആരാധകരെ അല്ലെ വിശ്വാസികളെ സമൂലം അട്ടിമറിക്കുന്ന രീതിയിലുള്ള നടപടിയായിരുന്നു തിരുപ്പറക്കുണ്ട്രം. മുരുക ഭഗവാൻ കൊടുത്തൊരു തിരിച്ചടിയായിട്ട് നമുക്ക് ഇതിനെ കാണാനുള്ളതാണ്. തീർച്ചയായിട്ടും മുരുക ഭഗവാന്റെ അദ്ദേഹത്തിൻ്റെ വിശ്വാസികളായ വോട്ടർമാരിൽ കൂടി കൊടുത്ത ഒരു തിരിച്ചടിയും കൂടിയാണ്
അതിൽ ഈ ജെൻസി വോട്ടർമാരുടെ സ്വാധീനം ഈ വിജയുടെ ജയത്തിൻ്റെ പിന്നിലുണ്ട്. ഈ വിജയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എക്സിറ്റ് പോളുകളെല്ലാം വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു എക്സിറ്റ് പോൾ ഒഴികെ ബാക്കി ഒരു എക്സിറ്റ് പോളും വിജയ്ക്ക് ഇത്രത്തോളം വലിയൊരു രീതിയിൽ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. വിജയ് വോട്ടുകൾ പിടിക്കും അല്ലെങ്കിൽ കുറച്ച് സീറ്റുകൾ നേടുമെന്നുള്ളത് ഉറപ്പായിരുന്നുവെങ്കിലും ഇത്രത്തോളം വലിയൊരു മുന്നേറ്റത്തിലേക്ക് വിജയ് തമിഴ്നാട്ടിൽ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അല്ല, ഒരു എക്സിറ്റ് പോളിൽ മാത്രം വിജയ്ക്ക് വലിയ മുന്നേറ്റം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു എക്സിറ്റ് പോളുകളും അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ വിജയ് ജനങ്ങളെ ആകർഷിക്കുന്ന കാര്യത്തിൽ വിജയ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ തമിഴ്നാട്ടിലെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് വിജയ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ ജനങ്ങളെ ഇത്രയും ആകർഷിച്ചത്. അപ്പോൾ അവർ ആ ആളുകളുടെ ഈ വന്ന എക്സിറ്റ് പോൾ അവർ കൃത്യമായി അതിനെ അനലൈസ് ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ അതിലുപരിയായിട്ട് തമിഴ്നാട് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടായിരുന്നു. ആ ജനവികാരത്തിനെ വിജയ്ക്ക് കൃത്യമായി ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഈ DMKയും TVKയ്ക്കും ഒപ്പം തന്നെ AIADMKയെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ വലിയ രീതിയിൽ ഒരു പതനം നേരിട്ടെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പറയുന്നത് വലിയൊരു തിരിച്ചുവരവ് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. AIADMK NDAയുടെ ഭാഗമാണ്. NDA നയിക്കുന്നത് തമിഴ്നാട്ടിൽ എടപ്പാടി പളനിസ്വാമിയാണ്. AIADMKയുടെ നേതാവാണ്. AIADMKയുടെ നേതൃത്വത്തിലുള്ള NDA വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വിജയ് നേടിയ നടത്തിയ ആ വൻ മുന്നേറ്റത്തിൻ്റെ കുതിച്ചുചാട്ടത്തിൻ്റെ മുമ്പിൽ അതിന് ഒരല്പം പ്രഭ മങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ നോക്കിയാലും NDAയുടെ പ്രകടനത്തിനെ മോശമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്തായാലും വിജയ് കാലമാണ് തമിഴ്നാട്ടിൽ എന്ന് നമുക്ക് പറയാം. അങ്ങനെ വിജയ് മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ എന്തായിരിക്കും തമിഴ്നാടിൻ്റെ ഒരു ഭാവി കേന്ദ്രമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരിക്കും? കാരണം നമുക്ക് ആർക്കും പരിചിതമല്ല TVK, ഒരു പുതിയ പാർട്ടിയാണ്. അത് വലിയൊരു കാര്യമാണ്. ആദ്യമായി മത്സരിക്കുന്ന, ഇത്രയും സജ്ജമായി TVK മത്സരിക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. അതിൽ തന്നെ ഭരണം നേടിയെടുത്ത ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ ഏറെ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ട കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതല്ലേ? ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിച്ച് ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഭരണം നേടിയെടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമല്ലിത്. മുൻപ് ആസാം ഗണപരിഷത്ത് ഇതുപോലെ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്, പ്രഫുല്ലകുമാർ മഹന്തെ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ. പക്ഷേ ഇപ്പോൾ പ്രഫുല്ലകുമാർ മഹന്തെ രാഷ്ട്രീയത്തിൻ്റെ പുറമ്പോക്കിൽ പിന്നെ ആസാം ഗണപരിഷത്തും തള്ളപ്പെട്ടു പോയി. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അവിടെ വെന്നിക്കുടി വളർച്ച മുന്നേറുകയാണ്. അതുപോലെ ഈ വിജയ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു താൽക്കാലിക പ്രതിഭാസമായി മാറിയേക്കാം. കാരണം ഒരു ജനത തങ്ങളുടെ രക്ഷകനായി കാണുന്ന ഒരാൾ, ആ രക്ഷകൻ യഥാർത്ഥത്തിൽ അവരുടെ രക്ഷ ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ ഈ നമ്മുടെ ചൂണ്ടുവിരലിൽ പതിക്കുന്ന ഈ കറുത്ത മഷിക്ക് വലിയ ശക്തിയാണുള്ളത്. അത് വാഴ്ത്തയവനെ വലിച്ചിട്ട് താഴെയിട്ട് ചവിട്ടാനും വീഴ്ത്താനുമൊക്കെ ഈ മഷിക്ക് പറ്റും. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി. വിജയ് താരതമ്യേന പുതുമുഖമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സംഘടനാ സംവിധാനമൊന്നുമില്ല. ഇതൊരു വലിയ വീക്ക്നെസ്സാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ജയിച്ചേക്കാം, മുന്നോട്ട് നീങ്ങിയേക്കാം. അദ്ദേഹത്തിൻ്റെ പരിപാടികൾ പലതും സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു. കാരണം ജനങ്ങളോട് ഇടപഴകുന്നത്, രീതി, പ്രസംഗങ്ങൾ, അതൊക്കെ കയ്യിൽ സ്ക്രിപ്റ്റ്, പലരും അത് ക്യാമറ സൂം ചെയ്തിട്ട് ആ സ്ക്രിപ്റ്റ് കാണിച്ചിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് സിനിമയിൽ നന്നായി അഭിനയിക്കുന്ന ഒരാൾ ജനങ്ങളുടെ മുമ്പിലും നന്നായി അഭിനയിച്ച് നേടിയതാകാനുള്ള ഒരു സാധ്യത ഇതിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അഭിനയം അധികകാലം തുടരാൻ സാധിക്കില്ല. ഉറപ്പായിട്ടും അത് അഭിനയമാണെങ്കിൽ അത് അധികകാലം തുടരാൻ സാധിക്കില്ല. ചെമ്പ് വെളിച്ചത്താകും. കാക്കപ്പൊന്ന് ഒരിക്കലും പൊന്നാകില്ല. അത് വെളിച്ചത്താവുകയും 5 വർഷം എന്ന് പറയുന്ന വലിയ കാലയളവല്ല. ആ കാലയളവിന് ശേഷം എന്താകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിലവിൽ വിജയ് തമിഴ്നാട്ടിൽ നടത്തിയിരിക്കുന്നത് ഒരു വലിയ വിപ്ലവം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ആ ജനതയുടെ വിശ്വാസം കാക്കേണ്ടതും വിജയിയുടെ മാത്രം ഉത്തരവാദിത്വമാണ്. കാരണം അതൊരു വൺ മാൻ ഷോയാണ് നടത്തുന്നത്. ആശയത്തിൻ്റെയോ ആദർശത്തിൻ്റെയോ യാതൊരു ബേസ്മെൻറ്റും ഇല്ലാതെ നടത്തിയ ഒരു ഗിമിക്ക് പോലെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഫ്യൂച്ചർ നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അത്രയും പറ്റൂ ഇപ്പോൾ.